ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പി ആയിട്ട് വന്നില്ല. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് നമ്മൾ നിറച്ച് പൊരിച്ചിട്ടുള്ള ഒരു ഷവർമയാണ്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്നും കഴിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ഇത്തിരി ഗരം മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതിന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1 കപ്പ് ചിക്കൻ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുബൂസാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള കുബൂസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ തിന്നായിട്ടുള്ള കുബൂസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ കുബൂസ് നമുക്ക് ഇതേപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം 2 പീസാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് 2 പീസാക്കി എടുക്കുക. എളുപ്പത്തിന് വേണ്ടിയിട്ട് സൈഡ് വേണമെങ്കിൽ ഒന്ന് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മയണൈസ് വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് അധികം വെച്ച് കൊടുക്കേണ്ട, കാരണം സൈഡ് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. അത് നടുക്ക് മാത്രം വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മയണൈസും കൂടി ഇതിൻ്റെ മേലയിൽ വേണേൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മൈദ ഓൾറെഡി കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് സൈഡ് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് മൈദയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ആ ബാക്കി പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി പുറത്തോട്ട് പോകുന്നില്ല മസാല. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എവിടെയെങ്കിലും കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് മൈദ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിവിടെ 2 മുട്ട ഉപ്പും കുരുമുളക് കൂടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുട്ട ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്, നന്നായിട്ട് പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് മുട്ട എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതിൽ മുക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ചിക്കൻ റോൾ ചെയ്യുന്നത് പോലെ ഒറ്റ ലെയറിൽ നമ്മൾ മസാല വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ടും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വേണേലും ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും പറ്റുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ബ്രെഡൊക്കെ പൊതിഞ്ഞ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ഷവർമ കഴിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടാത്തവർക്ക് വേണമെങ്കിൽ റോൾ ആക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ബ്രെഡ് പൊതിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും എണ്ണ വേണമെന്നില്ല, ജസ്റ്റ് ഒരു സൈഡ് മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണ മതി. എന്നിട്ട് നമുക്ക് തീ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ബ്രെഡ് വെച്ച് പൊതിഞ്ഞത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിം അല്ലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഒന്നും വേവാനില്ല, ബ്രെഡ് മാത്രം ഒന്ന് പിടിച്ചാൽ മതി. തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഓയിൽ ഒന്ന് മേലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് 1-2 മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം നമ്മൾ തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ ഇതിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കുക. ഉള്ളിൽ നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ പുറത്തെ ആ ഒരു ലെയറും ഉള്ളിലെ ക്രീമി ലെയറും ഒക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.